ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ത്രെഡ് ആൻഡ് ടംബിൾ. അപ്പോൾ ഇന്ന് ഞങ്ങളൊരു ചെറിയ അഡ്വഞ്ചറിനാണ് പോകുന്നത്. ഈ യുകെൻ്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് ഏത് മലമ്മല് അല്ലെങ്കിൽ ഏത് കാട്ടിലൂടെയും നിങ്ങൾക്ക് ഹൈക്ക് ചെയ്യാം. അപ്പം ഞങ്ങൾ എന്ന് പോണത് ഫാരി ബട്ടർ എന്ന് പറഞ്ഞ ഒരു സ്ഥലത്തേക്കാണ്. ഒരു കാട് പോലുള്ള ഒരു സ്ഥലമാണ്. ഇവിടുന്ന് അങ്ങനെ നേരെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് തന്നെ കാണും കുറേ മരങ്ങളൊക്കെ തന്നെയാണ്. ആ മരങ്ങളുടെ ഉള്ളിൽ തന്നെയാണ് നമ്മൾ പോകുന്നത്. എനിക്കിങ്ങനെ കയറിക്കാൻ പറ്റണ വല്ല തൂണോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുകഴിഞ്ഞാൽ എനിക്ക് കയറിക്കണല്ലോ. ഞങ്ങളിവിടെ കണ്ടൊരു വേറൊരു സംഭവമാണ്. ഒരു മുറിച്ചിട്ട മരത്തുമ്മല് എന്തോ ഒന്ന് കൊത്തുണ്ടാക്കിക്കണം. പുലിയാണോ സിംഹാണോ എനിക്ക് കറക്റ്റ് മനസ്സിലായില്ല. ആണ് ഈ കാട്ടിൽ വന്ന് ഇതൊക്കെ കൊത്തിണ്ടാക്കിയത്. പിന്നെ കുറച്ചും കൂടി കയറിയപ്പോൾ ഇങ്ങനത്തെ കുറച്ച് മരങ്ങളൊക്കെ കണ്ടു. അപ്പോൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. ഞങ്ങളിവിടെ ഇങ്ങനെ ചെറിയൊരു ഹില്ല് പോലെ കണ്ടു. അപ്പോൾ അവിടെ എന്താണ് നോക്കാൻ വേണ്ടി ഞങ്ങളൊന്ന് കയറി. ഒപ്പം ഉപ്പിയും കയറി. ഞങ്ങൾ താഴത്തേക്കൊക്കെ ഇറങ്ങി. ഞങ്ങൾ പിന്നെ പ്രിപ്പയർ ആയി വന്നതുകൊണ്ട് കയ്യിൽ കോഫിയൊക്കെ ഉണ്ടായിരുന്നു. ഇത് കണ്ടില്ലേ, കോഫി വെച്ചാണ്. പിന്നെയും ഞങ്ങൾ മുന്നോട്ട് യാത്ര തുടങ്ങി. മുന്നോട്ട് നടക്കുമ്പോൾ ഞങ്ങൾ വേറെ ഒരു ഹില്ല് കണ്ടു. ഹില്ലല്ല, നേരത്തെ കണ്ട പോലെ തന്നെ ഒരു ചെറിയ മല പോലെ ഹൈറ്റില്. ഞങ്ങൾ കയറാനുള്ള പെർമിഷനൊക്കെ മേടിച്ചു. അപ്പം ഇത് പിന്നാലെ വന്നു. അതുകൊണ്ട് ഞങ്ങൾ പെർമിഷൻ അവിടെ അവസാനിച്ചു. പിന്നീടുള്ള യാത്ര ഇസ് ഇന്ത്യ ബൈ. അപ്പം ഞങ്ങളായിരുന്നു ഏറ്റവും ബാക്കില്. അപ്പം ഈ ചാനൽക്ക് പുതിയതാണെങ്കിൽ എല്ലാവർക്കും വെൽക്കം. അപ്പം നിങ്ങൾ ആ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പം എന്നെ സപ്പോർട്ട് ചെയ്യണേ. ഈ വീഡിയോയിൽ തന്നെ ഞങ്ങളൊരു കുഞ്ഞി യാത്ര കാണിച്ചു തരുന്നുണ്ട്. അത്ര അഡ്വഞ്ചേഴ്സ് ഒന്നും അല്ല കേട്ടോ, അതൊരു പാർക്കാണ്. ഈ പാർക്കിന്റെ പ്രത്യേകത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പാർക്കിലൊരു വലിയ ലേക്ക് ഉണ്ട്. അതിൽ കുറെ താറാവുകളൊക്കെ ഉണ്ട്. ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിച്ചോ, ഞങ്ങളെല്ലാവരും മാച്ചാക്കി ബ്ലാക്ക് ഒക്കെ ഇട്ടതാണ്. ഉമ്മാനും മുത്തമ്മാനും ഇതിൽ കൂട്ടൂല കേട്ടോ. എന്തായാലും ലേക്കിന്റെ അടുത്തുനിന്ന് ഞങ്ങൾ കുറെ ഫോട്ടോസൊക്കെ എടുത്തു. ഇവരെങ്ങോട്ടാണ് ഈ പോകുന്നത്? താറാവുകളും ഒരാൾ മുന്നിലൊരു ലീഡർ പോലെ പോയി, ബാക്കിയുള്ളവരൊക്കെ അയാളെ ഫോളോ ചെയ്യുന്നുണ്ടായിരുന്നു. താറാവുകൾ മാത്രം കേട്ടോ പോയത്. അരയണ്ണങ്ങളും മറ്റവരൊന്നും പോയിട്ടില്ല, താറാവുകൾ മാത്രം. ഇതെന്താന്ന് മനസ്സിലായവരുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞുതരിക. എനിക്കിതെന്താ മനസ്സിലായില്ല. താറാവുകളെ വല്ല ഹോബി എന്തെങ്കിലും ആണോ? ആ പോയ സ്പീഡിൽ തന്നെ എല്ലാവരും തിരിച്ചു വരുന്നത് ഞങ്ങൾ കണ്ടു കേട്ടോ. അപ്പൊ എന്തിനായിരിക്കും ഇവര് പോയിട്ടുണ്ടാവുക? ഈ പാർക്കിൽ ഒരു പ്ലേ ഏരിയയും കൂടി ഉണ്ട്. അപ്പൊ ഞാൻ ഇനി അടുത്തതായിട്ട് ആ പ്ലേ ഏരിയ കാണിച്ചു തരാം. ഈ പ്ലേ ഏരിയയില് എനിക്കിഷ്ടപ്പെട്ടൊരു സംഭവം ഉണ്ട്. ഞാനത് ഞാൻ പാർക്കിലും കണ്ടിട്ടില്ല. അത് ഞാൻ ഈ വീഡിയോന്റെ അവസാനത്തിൽ കാണിച്ചു തരാം. അപ്പോൾ സ്റ്റേ ട്യൂൺ. ഇവിടെ ഞാൻ ആനിൻ്റെ ഒരു വീഴ്ച പ്രതീക്ഷിക്കുന്നുണ്ട്. അപ്പം നമുക്കത് കണ്ടാലോ?
ഛേ, ഞാൻ പ്രതീക്ഷിച്ചത് വെറുതായി. ഓള് വീണില്ല. ഇവക്ക് എപ്പോഴാ എത്ര ബാലൻസ് കിട്ടിയത്? വെൽ ഡൺ മൈ ഗേൾ, വെൽ ഡൺ. അപ്പൊ ഇതാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട റൈഡ്. ഇത് ഞാൻ വേറെ ഏത് പാർക്കിലും അങ്ങനെ കണ്ടിട്ടില്ല. ഇതൊരു ചെറിയ സിപ്പ് ലൈന് പോലെയാണ്. ഞമ്മക്ക് തന്നെ കയറി ഇരുന്ന് പോവാ. ഞാൻ ഇസ്വട്ടി, യാനി, മധു, ഇസ എല്ലാവരും പോയിക്കൊണ്ടിരുന്നത്. ഒരു വട്ടമൊന്നുമല്ല കേട്ടോ, ഞങ്ങൾ 4-5 വട്ടം പോയിക്കണു. എന്നിട്ടും മതിയായിട്ടില്ലായിരുന്നു. ഇത് നല്ല ഫണ്ണായിരുന്നു. പിന്നെ ഞങ്ങൾ പോവുക എന്നുള്ള തീരുമാനത്തിലെത്തി. ഇസ പോയപ്പോൾ ഞാനും ഇസ്വട്ടിയും ഒപ്പം പോയിരുന്നു. അഥവാ എങ്ങനെ ഓള് പിടുത്തം വിട്ടാലോ. എന്നാലും ഓള് പിടുത്തം വിട്ടിട്ടൊന്നുമില്ല കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഞങ്ങളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പം എല്ലാവർക്കും ബൈ.